ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 76 ഉദ്ധവദൂത്യം ശ്ലോകം 5. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാ ഹരേ നാഥപായ. ആശ്ലേഷാണാമമൃതവപുഷോ ഹന്തത്തെ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാ ഹരേ നാഥ പായാഃ. ആശ്ലേഷാണാം അമൃത വപുഷോ ഹന്ത തേ ചുംബനാനാം ഉന്മാദാനാം കുഹക വചസാം വിസ്മരേത് കാന്ത കാ വാ. വാക്കുകളുടെ അർത്ഥം: ശ്രീമൻ ഐശ്വര്യനിധിയായ മഹാത്മൻ, ത്വം അങ്ങ്, നിർദ്ദയേന കരുണയില്ലാത്ത കൃഷ്ണനാൽ, പിതൃജനകൃതേ പിതൃജനങ്ങൾക്കു വേണ്ടി, പ്രേഷിത അയക്കപ്പെട്ടവനല്ലേ, നഗരസുദൃശാം നാഗരിക സുന്ദരിമാരുടെ, കാന്ത കാമുകനായിരിക്കുന്ന, അസൗ ഈ കൃഷ്ണൻ, ക്വ എവിടെയാണ്, ഹാ ഹരേ അല്ലയോ കൃഷ്ണ, നാഥ രക്ഷകനെ, പായാ പാലിച്ചാലും, കാന്ത ആകർഷകമായ ശരീരത്തോടു കൂടിയവനെ, അമൃതവപുഷ അമൃതപൂർണമായ ശരീരത്തോടു കൂടിയ ഭഗവൻ, തേ അവിടുത്തെ, ആശ്ലേഷാണാം ആലിംഗനങ്ങളുടെയും, ചുംബനാനാം ചുംബനങ്ങളുടെയും, ഉന്മാദാനാം ശൃംഗാരലീലകളുടെയും, കുഹകവചസ ചാടുവാക്കുകളുടെയും മാധുര്യം, കാ വാ ഏതൊരുത്തിയാണ്, വിസ്മരേത് മറക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നൊന്ന് നോക്കാം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന. ദ എന്നുള്ളത് 2 ദ എന്നാണ്, മെല്ലെ നൂന്നണം. നിർദ്ദയേന ക്വ അസൗ ക്വാസൗ കാന്തോ നഗരസുദൃശാം നീട്ടിയിട്ട് മുർക്കം ഹാ ഹരേ നാഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പായാ നീട്ടിയിട്ട് വിസർഗം. ആശ്ലേഷാണാം അമൃത വപുഷോ ചേർത്തിട്ട് ആശ്ലേഷാണമൃത വപുഷോ ഹന്ത തേ ചുംബനാനാം ഉന്മാദാനാം കുഹക വചസാം വിസ്മരേത് കാന്ത കാ വാ. നമ്മൾ ചേർത്തു ചൊല്ലുമ്പം ചുംബനാനാമുന്മാദാനാം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാ ഹരേ നാഥ പായാഃ. ആശ്ലേഷാണാമമൃതവപുഷോ ഹന്ത തേ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവാ. അടുത്തത് 6ാമത്തെ ശ്ലോകം. രാസക്രീഡാലുളിതലളിതം വിശ്ലഥത്കേശപാശം മന്ദോത്ഭിന്നശ്രമജലകണം ലോഭനീയം ത്വദംഗം.
കാരുണ്യാബ്ധേ സകൃതപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദനത്വത്പ്രിയാസ്ത്വാം വിലേപു. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. രാസക്രീഡ ലുളിത ലളിതം വിശ്ലഥത് കേശപാശം മന്ദോത്ഭിന്ന ശ്രമജല കണം ലോഭനീയം ത്വത് അംഗം കാരുണ്യാബ്ധേ സകൃത് അപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത് പ്രിയാ സ്ത്വാം വിലേപു. അർത്ഥം: കാരുണ്യാബ്ധേ ദയാസമുദ്രമേ, രാസക്രീഡാലുളിത ലളിതം രാസക്രീഡയിൽ മഥിതവും സുന്ദരവുമായ വിശ്ലഥത് കേശപാശം കെട്ടഴിഞ്ഞ തലമുടിയോടുകൂടിയതും മന്ദോത്ഭിന്ന ശ്രമജലകണം മന്ദം ഉതിരുന്ന വിയർപ്പു തുള്ളികളോടുകൂടിയതും ലോഭനീയം മനോഹരവുമായ ത്വദംഗം അങ്ങയുടെ ശരീരം സമാലിംഗിതും ഗാഠമായി പുണരുന്നതിന് സകൃത് അപി ഒരു പ്രാവശ്യമെങ്കിലും ദർശയ കാണിച്ചു തന്നാലും ഇതി ഇപ്രകാരം ഭുവനമദന ലോകമന്മഥ ത്വത്പ്രിയ അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവരായ ഗോപികമാർ പ്രമോന്മാദാത് പ്രണയം നിമിത്തമുള്ള ആവേശത്താൽ ത്വാം അങ്ങയെ ചിന്തിച്ച് വിലേപു വിലപിച്ചു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. രാസക്രീഡാലുളിത ലളിതം. ക്രീഡുക ഡ എന്നാണ്, ഒട്ടും ഊന്നരുത്. ട ഠ ഡ എന്നാണ്. വിശ്ലഥത് ശ്ല ശ എന്നുള്ളതിൻ്റെ അടിയിലുള്ളത് ചിഹ്നം, അത് ശ്രദ്ധിച്ചോളൂ. വിശ്ലഥത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കേശപാശം മന്ദോത് ഭിന്ന ശ്രമജലകണം, അത് ഒന്നിച്ചൊരു വാക്കാണ്. മന്ദോത്ഭിന്ന ശ്രമജലകണം. മന്ദോത് നാദ് എന്നാണ്. ഭിന്ന എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ലോഭനീയം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വത് അംഗം ചേർത്തിട്ട് ത്വദംഗം. കാരുണ്യാബ്ധേ ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ഥ അത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കാരുണ്യാബ്ധേ സകൃതപി. സകൃത് അപി ചേർത്തിട്ടാണ് സകൃതപി. സമാലിംഗിതും ദർശയേതി ദ എന്നുള്ളത് ദയേൽത്തെ. പ്രേമോന്മാദാത് ഭുവനമദന ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വത് പ്രിയാസ്ത്വാം വിലേപു അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. രാസക്രീഡാലുളിതലളിതം വിശ്ലഥത് കേശപാശം മന്ദോത്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ധേ സകൃതപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാം വിലേപു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.